ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസ 2024 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്ത് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. എന്നാലും പല കുട്ടികൾക്കും പല ഡൗട്ട്സുകളുണ്ട്. ലൈക്ക് ഇപ്പോൾ ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് പല കുട്ടികളും ഡൗട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് ചില കുട്ടികൾക്ക് അതൊരു മിസ്ലീഡിങ് ആയിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിനെ പറ്റിയിട്ടും ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്തവണ 4 റൗണ്ടുകളിലായിട്ടാണ് ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. പ്രീവിയസ്ലി 6 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നത് അലോട്ട്മെൻറ്റിൻ്റെ റൗണ്ട്സ് കുറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു രീതിയിലും റൗണ്ടുകൾ കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് സീറ്റുകളൊന്നും തന്നെ കൂടുന്നില്ല. റൗണ്ടുകൾ കൂടിയാലും സീറ്റ് തുടക്കത്തിലുള്ള സീറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ ആ ഒരു രീതിയിൽ അത് ബാധിക്കില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓരോ ഡേറ്റിനെ പറ്റിയും ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം മോക്ക് അലോട്ട്മെൻറ്റുകളുണ്ട്. 15-ാം തീയതിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ മോക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ മോക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് അഥവാ മോക്ക് അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ കോളേജിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് ഫില്ല് ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. സെക്കൻഡ്ലി ഞാൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളുണ്ട്, അവരുടെ റാങ്ക് വളരെ ടോപ്പ് ആയിരിക്കില്ല, വളരെ ബാക്കിലും ആയിരിക്കില്ല, ഒരു ഇൻ്റർമീഡിയറ്റ് റാങ്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് NIT കാലിക്കറ്റിൽ സീറ്റ് കിട്ടാനായിട്ട് സാധ്യതയില്ല കഴിഞ്ഞ കൊല്ലത്തെ എന്ന് വിചാരിക്കുക. മറിച്ച് ചില SPSലും മറ്റ് NITസിലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്തത് ഫസ്റ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചാൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല കുട്ടികളുടെയും ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് സ്പെസിഫിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ലയോ എന്ന് നോക്കിയിട്ടല്ല നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജാണ് ആദ്യത്തെ പ്രയോറിറ്റിയിൽ സെലക്ട് ചെയ്യേണ്ടത്. അതിനടിയിലായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള എല്ലാ കോളേജസും ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അത് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ സാധ്യത കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പായി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടല്ല. അത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടോപ്പ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ വൺസ് ആ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയി പോകും. അപ്പോൾ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് റൗണ്ടുകളിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരും. മറിച്ച് നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും ടോപ്പായിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള കോളേജസ് വെക്കുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ താഴെ ഉള്ള ഓപ്ഷൻസുകളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയൊക്കെ ഏതെങ്കിലും ഒരു കോളേജസിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് തന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ റാങ്കിനേക്കാളും തൊട്ടപ്പുറത്തുള്ള റാങ്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 1000 ആണ് റാങ്കെങ്കിൽ 1001 റാങ്കുള്ള ഒരാൾക്ക് അലോട്ട്മെൻറ്റ് നടത്തുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ എല്ലാവരും വെച്ചിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റിക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ സെക്കൻഡ് പ്രയോറിറ്റിക്ക് കൊടുക്കുക, അങ്ങനെയല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. പല പേരൻസിനും സ്റ്റുഡൻസിനും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നത്. അലോട്ട്മെൻറ്റ് റൗണ്ട്സിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ഡൗട്ട്സുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്